നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മഴ തുടങ്ങിയതോടെ പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നു. പട്ടാമ്പി മുതൽ വല്ലപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ രൂപപ്പെട്ട വലിയ കുഴികൾ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുകയാണ്. പാതയുടെ നവീകരണ പ്രവൃത്തികൾ പാതി വഴിയിലാണ്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിലൂടെയുള്ള യാത്രയാണ് ദുരിതപൂർണമാകുന്നത്. പട്ടാമ്പി മുതൽ വല്ലപ്പുഴ ഗേറ്റ് വരെയുള്ള റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. വലിയ കുഴികളാണ് പലയിടത്തും റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ തുടങ്ങിയതോടെ ഈ കുഴികളിൽ വെള്ളം കെട്ടി നിന്നുള്ള അപകടങ്ങളും പതിവാണ്. പാതയുടെ കരിമ്പുള്ളി, വല്ലപ്പുഴ യാറം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് തകർച്ച രൂക്ഷമായിരിക്കുന്നത്. ഈ കുഴികളിൽ ചെറുവാഹനങ്ങൾ അകപ്പെട്ടുള്ള അപകടങ്ങളും ഇവിടെ പതിവാണെന്നാണ് പരാതി. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുന്ന വേളയിൽ പട്ടാമ്പിയിൽ നിന്നും പാലക്കാടേക്കുള്ള വാഹനങ്ങൾ പ്രധാനമായും ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വാഹന തിരക്കേറിയ പാത കൂടിയാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത്. ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇവിടെ ആകെ തോടായില്ല കിടക്കുന്നത്. ഈ അധികാരികൾ ഇത് കണ്ടു തുറക്കണില്ല. എത്രയോ പ്രാവശ്യങ്ങൾ ഇതിന് നിവേദനം കൊടുത്തിരിക്കണം. ഈ കുഴി മുണ്ടായിട്ട് വണ്ടിയുടെ പണിയൊക്കെ മുഴുവൻ കഴിച്ചു. എന്നാൽ കാശ് വർക്കൗട്ട് കൊടുക്കാൻ തന്നെ തയ്ക്കില്ല. കംപ്ലൈൻറ്റ് ആളുകാരുടെ കംപ്ലൈൻറ്റ് എനിക്ക് അറിയുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. പാതയിലെ 8 കിലോമീറ്റർ വരുന്ന ഭാഗം പട്ടാമ്പി മണ്ഡലത്തിലുള്ളതാണ്. ഈ ഭാഗത്താണ് തകർച്ച കൂടുതലായും അനുഭവപ്പെടുന്നത്. അതേസമയം ഷൊർണൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വല്ലപ്പുഴ മുതൽ ചെർപ്പുളശ്ശേരി വരെയുള്ള ഭാഗം നേരത്തെ നവീകരിച്ചതാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിലെ മേലെ പട്ടാമ്പി മുതൽ വല്ലപ്പുഴ ഗേറ്റ് വരെയുള്ള ഭാഗം റബ്ബറൈസ് ചെയ്ത് നവീകരിച്ചത്. പാതയിൽ തകർച്ച രൂക്ഷമായതോടെ സംസ്ഥാന സർക്കാർ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷമാണ് പാതയുടെ നവീകരണത്തിനായി 6 കോടി രൂപ അനുവദിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനവും നടന്നു. 8 കിലോമീറ്റർ വരുന്ന ഭാഗത്ത് 5 ഓവുപാലങ്ങൾ പുതുക്കി പണിയാനുണ്ട്. ഇതിന്റെ പ്രവൃത്തികൾ തുടങ്ങിയെങ്കിലും 9 മാസമായിട്ടും മറ്റു പ്രവൃത്തികൾ തുടങ്ങാനായില്ല. മഴയ്ക്ക് മുമ്പ് പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും റോഡിന്റെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ റോഡിൽ രൂപപ്പെട്ട കുഴികളെങ്കിലും അടച്ച് യാത്ര സുഗമമാക്കുവാനാവശ്യമായ നടപടികൾ വേണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇവിടെ വെള്ളത്തിന്റെ ശല്യം വന്നിട്ട് വല്ലാതെ ഉണ്ട്. ഇവിടെ കച്ചവടം ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ ഇവിടെ വെക്കുന്ന ലോട്ടറിയെല്ലാം നനഞ്ഞു പോകുന്നുണ്ട്. വണ്ടിക്കാർ പോകുമ്പോൾ വെള്ളം തെറിച്ചിട്ട് കടയുടെ ഉള്ളിലേക്കാണ് വെള്ളം വരുന്നത്. പിന്നെ വണ്ടിക്കാർ വന്നിട്ട് കുറേ ബൈക്കാർ ഈ കുഴിയിൽ വീഴുന്നുണ്ട്. ചളിയൊക്കെ ആയിട്ട് തെറിച്ചിട്ടും പോകുന്നുണ്ട്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ശരിക്ക് റോഡ് നേരെ ഞങ്ങൾ കച്ചവടം ചെയ്യാനും ഈ ലൈനിലുള്ള എല്ലാവർക്കും ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. വെള്ളം വന്നു കഴിഞ്ഞാൽ, മഴ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഇതായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ. അവിടെ റോഡ് ഏതാ കുഴിയാതെ അറിയില്ല. നമ്മുടെ ഈ നല്ല മഴ ഭയങ്കര പ്രശ്നമാണ്. ഈ റോഡ് ഇങ്ങനെ എത്ര കാലങ്ങൾ ഒരാൾക്കൊരു കേരള കർഷക സംഘം പാലക്കാട് ജില്ലാ സമ്മേളനം ആഗസ്റ്റ് 10, 11 തീയതികളിൽ കൂറ്റനാട് നടക്കും. സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KD പ്രസന്നൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി MR മുരളി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസ് മാത്യൂസ്, ശോഭന പ്രസാദ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA, ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ, CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ, CPM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, കർഷക സംഘം ഏരിയ സെക്രട്ടറി PK ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് P മമ്മിക്കുട്ടി MLA, VK ചന്ദ്രൻ, PN മോഹനൻ എന്നിവർ രക്ഷാധികാരികളും TP മുഹമ്മദ് ചെയർമാനും PK ബാലചന്ദ്രൻ കൺവീനറുമായി 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പക്ഷെ ഈ സാഹചര്യത്തിൽ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ജനങ്ങളോട് പറയേണ്ടത് എന്ന വലിയ പരിമിതി കർഷക സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുണ്ട്. നമ്മുടെ കർഷക സംഘത്തിനുള്ള പോരായ്മ വലിയ പോരായ്മ കേരളത്തിൽ ഈ സംഘടനയ്ക്ക് ഒരുപാട് പ്രവർത്തന പരിമിതി വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിഭൂമി കുറഞ്ഞു. ലക്ഷക്കണക്കിന് ഹെക്ടർ കൃഷിഭൂമി ഇന്ന് കേരളത്തിൽ കുറഞ്ഞു വരും. ഏറ്റവും കൂടുതൽ കുറഞ്ഞ കാലഘട്ടമായിരുന്നു 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടം, ആന്റണി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം. കേരളത്തിലെ കർഷകർ ഒരു കാലത്തിലും ആത്മഹത്യയിലേക്ക് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും കേരളത്തിലെ കാർഷിക മേഖലയെ
ശവപ്പറമ്പ് പോലെയാക്കിയ നയമായിരുന്നു ആന്റണിയുടെ കാലഘട്ടം. ഇപ്പോ നിങ്ങൾ നോക്ക്, മുതുതല AUP സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റിട്ടയർഡ് DYSP KB സുരേഷ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. മുതുതല AUP സ്കൂളാണ് ലഹരി ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികളെ അവബോധം സൃഷ്ടിക്കുന്നതിനായി ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നതിനുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. റിട്ടയർഡ് DYSPയും കരുണ ഫൗണ്ടേഷൻ ചെയർമാനുമായ KB സുരേഷ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. നമുക്ക് അതിനോട് ഭയങ്കര ഹരമാണ്. അപ്പൊ നമുക്ക് ഈ ലഹരി വേണ്ട, നമുക്ക് ഏത് വേണ്ട? ഈ ലഹരി വേണ്ട. ലഹരിയെ കുറിച്ച് നമ്മൾ കടയിൽ ചെന്നിട്ട് ഒരു സാരി വാങ്ങിക്കുകയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ പറയാണ് എനിക്ക് വേണ്ട ഈ സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഏതോ ഒരു സാരി വേണം, അല്ലേ? അപ്പൊ നമുക്ക് ഈ ലഹരി വേണ്ട എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം നമുക്ക് വേറെ ഏതൊരു ലഹരി വേണം. അപ്പൊ നമുക്ക് ലഹരി വേണം. നമ്മൾ ആ കടലിൽ പോയിരിക്കുന്നത് ലഹരി വാങ്ങാനാണ്. ഈ ലഹരി വേണ്ട, എനിക്ക് ആവശ്യമുള്ള ലഹരി മതി. അപ്പൊ ലഹരി നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ലഹരി നമുക്ക് ആവശ്യമാണ്. കൺഫ്യൂഷനായോ? ഒരു കൺഫ്യൂഷൻ വേണ്ട. ലഹരി നമുക്ക് ആവശ്യമാണ്, പക്ഷെ ഈ ലഹരി വേണ്ട. ഏത് ലഹരി? മയക്കുമരുന്ന്, കഞ്ചാവ്, ആശിഷ്, ചരസ്, MDMA, സിഗരറ്റ്, മദ്യം, കള്ള്, ഈ ലഹരി ഒന്നും നമുക്ക് വേണ്ട. കാരണം എന്താ? ഇതുള്ള നോക്കാന്ന് വെച്ചാൽ ഈ ലഹരിയിലേക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല. എന്തായാലും പോകുമ്പോ വല്ലാത്ത സുഖമാണ്, പോകാൻ ഭയങ്കര സുഖമാണ്. സ്കൂൾ PTA കമ്മിറ്റി അംഗം രവികുമാർ അധ്യക്ഷനായിരുന്നു. പ്രധാന അധ്യാപകൻ ശ്രീഹരി, മാനേജ്മെന്റ് പ്രതിനിധി സതീഷ് കുമാർ, രാജേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കനത്ത മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കാത്ത ഒരു മേൽക്കൂരയ്ക്കായി കൈകൂപ്പുകയാണ് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചെട്ടിപ്പടി സ്വദേശിയായ നടുവീട്ടിൽ ശങ്കരനാരായണൻ എന്ന 65-കാരൻ. സ്വന്തമായിരുന്ന വീട് പൂർണ്ണമായും തകർന്നു വീണതോടെ കഴിഞ്ഞ 7 ദിവസമായി ഒരു കഷ്ണം ടാർപോളിൻ ഷീറ്റിനടിയിലാണ് ശങ്കരനാരായണന്റെ ദുരിത ജീവിതം. 6 മാസം മുൻപ് തന്നെ വീടിന്റെ ഒരു ഭാഗം തകർന്നു തുടങ്ങിയപ്പോൾ ശങ്കരനാരായണൻ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും കയറിയിറങ്ങി പരാതി നൽകിയിരുന്നു. എന്നാൽ സാങ്കേതികത്വത്തിന്റെ ചുവപ്പ് നാടികളിൽ കുരുക്കി അധികൃതർ ഇദ്ദേഹത്തിന് അർഹമായ സഹായം നിഷേധിക്കുകയായിരുന്നു. കഴിഞ്ഞ 6 മാസം മുന്നേ എൻ്റെ അടുക്കള ഭാഗവും ഈ കുളിമുറിയും സൗകര്യങ്ങളുള്ള സാധനങ്ങൾ വീണു. അതിൻ്റെ ശേഷം ഇപ്പോൾ ഈ മഴയ്ക്ക് ശേഷം വീണ്ടും ഈ വിള്ളലുകളും സാധനം ഉണ്ടായി. ഞാൻ ആ കെട്ടിൽ തന്നെ കിടന്നുറങ്ങിയിരുന്നു. ഇപ്പോൾ 7 ദിവസം മുന്നേ വീണ്ടും ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോൾ, ജോലി കഴിഞ്ഞിട്ട് ഞാൻ കൂലിപ്പണിക്കാരനാണ്, ഊണ് കഴിഞ്ഞിട്ട് കഴിക്കാൻ വരുമ്പോൾ ചോറ് വയ്ക്കാൻ ചൂടാക്കിയിട്ട് ചോറ് കഴിക്കാൻ വരുമ്പോൾ ഒരു കട്ട വീണുമ്പോൾ ഞാൻ പിന്നാക്കം വന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ തടി രക്ഷപ്പെട്ടു. ഞാനിപ്പോൾ ഈ ടാർപ്പായ കെട്ടിയിട്ട് ഈ താറാവ് കൂട് താമസിക്കുന്നുള്ളൂ. അതേമാതിരിയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത്. ഒടുവിൽ കഴിഞ്ഞ വാരം വീട് പൂർണ്ണമായും നിലംപൊത്തി. അവിവാഹിതനായ ഇദ്ദേഹത്തിന് താങ്ങായി നിൽക്കാൻ ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ ഇല്ല. കൊറോണ മഹാമാരിക്ക് മുൻപ് വരെ കൂലിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന ശങ്കരനാരായണന് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഇപ്പോൾ പണിക്ക് പോകാനും കഴിയുന്നില്ല. ശാരീരികമായി അതീവ അവശത അനുഭവിക്കുന്ന ഈ വയോധികന് ലഭിക്കേണ്ടിയിരുന്ന ക്ഷേമ പെൻഷൻ പോലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അധികൃതർ നിഷേധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ടാർപ്പായിക്കടിയിൽ ശങ്കരനാരായണൻ കിടന്നുറങ്ങുന്നതിനിടയിൽ അപകടകാരിയായ വട്ടക്കൂറപ്പാമ്പ് എഴുന്നേറ്റിയിരുന്നു. സമീപത്തുണ്ടായിരുന്ന പൂച്ചകൾ ബഹളം വെച്ചതിനെ തുടർന്ന് ശങ്കരനാരായണൻ ഉണർന്നതുകൊണ്ട് മാത്രമാണ് പാമ്പ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. ആ കാണുന്ന ആ റൂമിലാണ് ഞാൻ കഴിഞ്ഞ 7 ദിവസം മുന്നേ അതിലേക്ക് വന്നതാണ്. ഉച്ചയാകുമ്പോൾ കൂലിപ്പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നപ്പോഴാണ് ആ സാധനം വീണിട്ടപ്പോൾ അതിൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഒരു അടുക്ക് ആ സാധനമാണ് അങ്ങോട്ട് വീണത്. അപ്പോൾ ഞാൻ പിന്നൊക്കെ അടിച്ചപ്പോൾ ഞാൻ പിന്നെ ആ റൂമിലേക്ക് പോയില്ല. തലേദിവസം ഞാൻ സാധാരണ എനിക്ക് നേരത്തെ വന്നു കഴിഞ്ഞാൽ അതിൽ കിടന്നുറങ്ങല്ല പതിവ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വന്ന് ചോദിക്കിയപ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടാവും.
കനത്ത മഴയും കാറ്റുമുള്ള ഈ സമയത്ത് വിഷപ്പാമ്പുകളുടെയും മറ്റു ജന്തുക്കളുടെയും നടുവിലാണ് യാതൊരു സുരക്ഷിതത്വവുമില്ലാതെ ഇദ്ദേഹം കഴിയുന്നത്. ഇവിടെ എത്തിയാൽ കാണുന്ന കാഴ്ച ഏതൊരാളെയും കണ്ണു നനയിക്കുന്നതാണ്. ഒരു ജനപ്രതിനിധിയുടെയോ ഉദ്യോഗസ്ഥരുടെയോ ശ്രദ്ധ ഇതുവരെ ഈ ദുരിതക്കയത്തിലേക്ക് തിരിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും സാങ്കേതിക ന്യായങ്ങൾ മാറ്റിവെച്ച് ഈ വയോധികന് സുരക്ഷിതമായി താമസിക്കാനൊരു ഇടമൊരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിൽ രുചിത്തോട്ടവുമായി വിദ്യാർത്ഥികൾ. വിവിധ ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെയുള്ളവയാണ് രുചിത്തോട്ടത്തിൽ ഒരുക്കുന്നത്. കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് രുചിത്തോട്ടം എന്ന പേരിൽ ഫലവൃക്ഷ പച്ചക്കറിത്തോട്ടം ആരംഭിച്ചിരിക്കുന്നത്. സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് രുചിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. കൃഷിരീതി, വിവിധതരം വിളകൾ, വിളവെടുപ്പ് തുടങ്ങിയവയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഇതോടൊപ്പം നടന്നു. രുചിത്തോട്ടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപിക പി സിനി നിർവഹിച്ചു. എം കെ ഷറഫുദ്ദീൻ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി. തൈനടൽ പരിശീലനവും ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റ് ടി കെ അബ്ദുൽ ഷക്കൂർ, SMC ചെയർമാൻ ടി കെ കൃഷ്ണകുമാർ, NP ഷാഹുൽ ഹമീദ്, അധ്യാപകരായ പ്രീജ, മേരി ലാജി, ജിനിഷ, ഷാഹിന, ഫാത്തിമ, സുഹറ, കെ ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ തൈകൾ നടിയിലും നടത്തി. തിരുവേഗപ്പുറം നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി വിവിധ പരിപാടികളും ഒരുക്കിയിരുന്നു. നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ ലോകകപ്പിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികളാണ് ഒരുക്കിയത്. ലഹരിക്കെതിരെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഷൂട്ടൌട്ട് മത്സരവും ഒരുക്കിയിരുന്നു. പ്രധാനാധ്യാപകൻ ഇൻചാർജ് VM പുരുഷോത്തമൻ, കായികാധ്യാപിക ചിപ്പി സുധാകരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇഷ്ടതാരങ്ങളുടെ ജേഴ്സി അണിഞ്ഞായിരുന്നു കുട്ടികൾ പരിപാടികളിൽ പങ്കാളികളായത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.